एवं त्वत्प्राप्तिदोऽन्यो नहि खलु निखिलक्लेशहानेरुपायो नैकान्तात्यन्तिकास्ते कृषिवदगतः षड्गुण्यः षट्कर्मयोग दुर्वैकल्यानकल्या अभिनिगमपदा तत्फलान्यप्यवाप्त मत्ता त्वां विस्मरन्त प्रसजति वदने यान्त्यनन्तान् विषादान् त्वल्लोकादन्यलोक क्वनु भयरहितो यत्पदार्थत्वयान्ति त्वद्भीता सत्यलोके विना सुखवसति पद्मभूपद्मनाभ एवं भावे त्वद्धर्मार्जित बहुतमसां काकथा नारगाणां तन्मे त्वं चिन्ति बन्धं वरद कृपणबन्धो कृपापूरसिन्धो. ശ്ലോകം 3. ഏവം ത്വത്പ്രാപ്തിദോന്യോ നഹി ഖലു നിഖിലാക്ലേശഹാനേരുപായോ നൈകാന്താത്യന്തികാസ്തേ കൃഷിവത് അഗത ഷാഡ്ഗുണ്യ ഷട്കർമ്മയോഗ ദുർവൈകല്യേരകല്യ അഭി നിഗമപഥ തത്ഫലാനപ്യവാപ്ത മത്താത്വാം വിസ്മരന്ത പ്രസജതി പദനെ യാന്ത്യനന്താൻ വിഷാദാൻ. ഏവം ഇങ്ങനെ ത്വത്പ്രാപ്തിത നിന്നെ പ്രാപിക്കുന്നതിനേക്കാൾ നിഖില ക്ലേശഹാനെ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നതിന് അന്യാ ഉപായാനഹി മറ്റൊരു ഉപായം ഇല്ല തന്നെ. അഗത ഷാഡ്ഗുണ്യ ഷട്കർമ്മ യോഗ അഗതങ്ങൾ ഷാഡ്ഗുണ്യങ്ങൾ ഷട്കർമ്മങ്ങൾ യോഗങ്ങൾ എന്നിവ. അഗതങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗശാന്തിക്ക് ഉപകരിക്കുന്ന ഔഷധങ്ങൾ മന്ത്രങ്ങൾ തുടങ്ങിയവ. ഷാഡ്ഗുണ്യങ്ങൾ സന്ധി വിഗ്രഹം യാനം ആസനം ദ്വൈതീഭാവം സമാശ്രയം എന്ന് രാഷ്ട്രതന്ത്രവുമായി ബന്ധപ്പെട്ട 6 ഗുണങ്ങൾ എന്നും ഐശ്വര്യം ധർമ്മം യശസ് ശ്രീജ്ഞാനം വൈരാഗ്യം എന്നീ 6 ഗുണങ്ങളെന്നും പക്ഷഭേദമുണ്ട്. രണ്ടും സന്ദർഭത്തിന് യോജിക്കുന്നതാണ്. ഷഡ് കർമ്മങ്ങൾ യജനം യാചനം അധ്യയനം അധ്യാപനം ദാനം പ്രതിഗ്രഹം എന്നിവ. യോഗങ്ങൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ അഷ്ടാംഗയോഗം. അവ കൃഷിവത് കൃഷി എന്ന പോലെ ഏകാന്താത്യന്തികാനെ ഏകാന്തികങ്ങളും ആത്യന്തികങ്ങളുമല്ല തീർച്ചയായും ദുഃഖനിവൃത്തി വരുത്തുന്നവയോ ദുഃഖം പിന്നെ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതുമല്ല. നിഗമപഥ വേദങ്ങൾ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ദുഷ്വൈകല്യേ ദുഷ്ടങ്ങളായ വികലതകളാൽ അകല്യാഭി അസമർത്ഥങ്ങളുമാകുന്നു. തത്ഫലാനി അവയുടെ ഫലങ്ങളെ അവാപ്താഭി പ്രാപിച്ചിരിക്കുന്നവരും കൂടി മത്ത മതിച്ചവരായിട്ട് ത്വാം വിസ്മരന്ത്യ അങ്ങയെ വിസ്മരിക്കുന്നവരായിട്ട് പതേന പതനം പ്രസജതി സംഭവിക്കുമ്പോൾ വന്നു ചേരുമ്പോൾ അനന്താൻ അന്തമില്ലാത്ത വിഷാദാൻ യാതി വിഷാദങ്ങളെ പ്രാപിക്കുന്നു. ഗുരുവിനെ ആശ്രയിച്ച് ദുരൂപദിഷ്ടമായ മാർഗത്തിലൂടെ പ്രപഞ്ച വിഷയങ്ങളിലുള്ള ആസക്തിയായ കൊടുങ്കാടിനെ നശിപ്പിച്ചിട്ട് ഭഗവാനൻ്റെ സച്ചിദാനന്ദ രൂപമായ അവസ്ഥയെ പ്രാപിക്കുന്ന കാര്യമാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇങ്ങനെ ഭഗവാനെ പ്രാപിക്കുന്നതല്ലാതെ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ഉപായങ്ങൾ വേറെ ഇല്ല എന്ന് ഈ ശ്ലോകത്തിൽ അസന്നിഗ്ധമായിട്ട് സ്ഥാപിക്കുകയാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അനേകം മാർഗങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അവയെ മൊത്തത്തിൽ കുറിക്കാനാണ് അഗത ഷാഡ്ഗുണ്യ ഷട്കർമ്മ യോഗ എന്ന പ്രയോഗം. ഒറ്റ നോട്ടത്തിൽ മനുഷ്യനുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് ഏതാനും കാരണങ്ങൾ കണ്ടെത്താം. ആ ദുഃഖങ്ങൾക്ക് പരിഹാരവും മിക്കവാറും അറിയാം. രോഗങ്ങളാണ് ഒരു ദുഃഖകാരണം. രോഗശാന്തിക്ക് ഉപകരിക്കുന്ന ഔഷധങ്ങൾ രത്നങ്ങൾ മന്ത്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും അവയുടെ പ്രയോഗവിധികളെക്കുറിച്ചും ശാസ്ത്രങ്ങൾ വിവരിക്കുന്നു. അതുകൊണ്ട് രോഗം മാറ്റാവുന്നതേ ഉള്ളൂ. രാജാക്കന്മാർക്കും മറ്റു ഭരണകർത്താക്കൾക്കും നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരമായിട്ടാണ് രാഷ്ട്രതന്ത്രത്തിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ കീഴടക്കാനും ആത്യന്തികമായി ആ വിഷമങ്ങൾ ഒഴിവാക്കാനും അതിന് കഴിയുന്നു.
ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവയെ ഷഡ്ഗുണങ്ങളായി സ്വീകരിച്ചാൽ അവയും ജീവിതക്ലേശങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം എന്നീ ഷഡ്കർമ്മങ്ങളും പാരമ്പര്യക്രമത്തിൽ ചിലർക്ക് ക്ലേശനാശകമായിട്ട് ഭവിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്നിവ യോഗവും ദുഃഖത്തെ നശിപ്പിക്കുന്നു. ഇവയൊക്കെ ഫലപ്രദമാണെങ്കിലും അവയിൽ നിന്നുള്ള ഫലം കൃഷിയുടെ കാര്യത്തിൽ എന്ന പോലെ തീർച്ചപ്പെടുത്താനാകാത്തതാണ്. ഭൂമി ഉഴുതു പാകപ്പെടുത്തി വേണ്ട സമയത്ത് വിത്ത് വിതച്ച് പരിപാലിച്ചാൽ നല്ല വിളവുണ്ടാകുമെന്ന് കർഷകൻ ധരിക്കുന്നു, പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ മിക്കപ്പോഴും അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. പക്ഷെ അസമയത്തുള്ള ഒരു സമയത്ത് മഴ പെയ്യാതിരിക്കൽ, കാറ്റ്, കീടങ്ങൾ, വന്യജീവികൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് കൃഷിപ്പിഴ സംഭവിക്കാം. അതുപോലെയാണ് അഗത, ഷാഡ്ഗുണ്യ, ഷഡ്കർമ്മയോഗങ്ങളും അവ ഫലത്തിൽ എത്തിയെന്നും എത്തിയില്ലെന്നും വരാം. അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തിന് ഉപാധികളില്ലാത്ത ഭഗവത് ഭക്തിയാണ് ഏറ്റവും ലളിതമായ മാർഗം എന്നാണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. ശ്ലോകം 4. ത്വല്ലോകാദന്യലോക കൊരു ഭയരഹിതോ യത് പരാർത്ഥദ്വയാന്തേ ത്വത്ഭീതാ സത്യലോകേബിന സുഖവസതി പത്മഭൂ പത്മനാഭ ഏവം ഭാവേദ്വധർമാർജിത ബഹുതമസാം കാ കഥാ നരകാണാം തന്മേ ത്വം ചിന്തിബന്ധം വരദ കൃപണബന്ധോ കൃപാപൂര സിന്ധു. പത്മനാഭ, അലയോ ഗുരുവായൂരപ്പ, വരദ, വരം നൽകുന്നവനെ, കൃപണബന്ധോ, ദുഃഖിതന്മാർക്ക് ബന്ധു ആയിട്ടുള്ളവനെ, കൃപാപൂര സിന്ധു, കാരുണ്യം കടലെ, ത്വല്ലോകാ, നിന്റെ ലോകത്തേക്കാൾ, ഭയരഹിത, ഭയമില്ലാത്തതായ, അന്യലോകാ കൊനു, മറ്റു ലോകം ഏതാണ് ഉള്ളത്, യത്, ഏതൊന്നുകൊണ്ട്, പത്മഭൂ അഭി, ബ്രഹ്മാവും കൂടി, പരാർത്ഥദ്വയാന്തേ, രണ്ടു പരാർത്ഥങ്ങളുടെ അവസാനത്തിൽ, സത്യലോകെ, സത്യലോകത്തിൽ, ത്വത്ഭീത, അങ്ങയെ ഭയന്നവനായിട്ട്, സുഖവസതീന, സുഖവാസം ഉള്ളവനായി ഭവിക്കുന്നില്ല. ഏവം ഭാവേത്തു, ഇങ്ങനെയിരിക്കെ, അധർമാർജിത ബഹുതമസാം, അധർമ്മം കൊണ്ട് സമ്പാദിച്ച അനേകം തമസ്സുകളോട്, പാപങ്ങളോട് കൂടിയ നാരകാണാം, നരകമർഹിക്കുന്നവരുടെ കഥ എന്താണ്? തത്, അതിനാൽ, ത്വം മേ, നീ എൻ്റെ ബന്ധം ചിന്തി, ബന്ധത്തെ, സംസാര ബന്ധത്തെ ഛേദിക്കണമേ. ഈ പ്രപഞ്ചത്തിൽ എത്രയോ ലോകങ്ങളുണ്ട്, അവയിലെല്ലാത്തിലും ദുഃഖമുണ്ട്, ദുഃഖത്തെക്കുറിച്ചുള്ള ഭയവുമുണ്ട്. ദുഃഖത്തിനും ഭയത്തിനും പ്രവേശനമില്ലാത്ത ഒരു ലോകമേ ഉള്ളൂ, അത് ഭഗവാനായ മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠമാണ്. കുണ്ഠതയില്ലാത്തതെന്നാണ് പേര് തന്നെ. മറ്റു ലോകങ്ങളുടെ കൂട്ടത്തിൽ പ്രസിദ്ധമാണ് ബ്രഹ്മാവിൻ്റെ ലോകമായ സത്യലോകം. സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്, എങ്കിലും അദ്ദേഹത്തിൻ്റെ ലോകവും രണ്ടു പരാർത്ഥം കാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ സത്യലോകവും ബ്രഹ്മദേവനും ഇല്ലാതെയാകുന്നു. പത്മനാഭനായ ഭഗവാന്റെ നാഭീപത്മത്തിൽ ജനിച്ചവനാണെങ്കിലും ബ്രഹ്മദേവൻ തൻ്റെയും തൻ്റെ ലോകത്തിൻ്റെയും നാശത്തെക്കുറിച്ച് ഭയപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കഥ ഇങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? പ്രത്യേകിച്ച് അധർമ്മം ആചരിച്ച് പാപം ആർജിച്ചവരുടെ കാര്യം, സ്വന്തം കർമ്മദോഷം കൊണ്ട് നരകഗതിക്ക് അർഹത നേടിയവരുടെ കൂട്ടത്തിൽ തന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാരായണീയ കർത്താവ് എൻ്റെ സംസാര ബന്ധത്തെ ഛേദിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു.